Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ആംഗിൾസ് ബിറ്റ്വീൻ പ്ലെയിൻസ്. ഇതും എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും മാറി മാറി ഒന്ന് എന്തായാലും ഒരെണ്ണം എന്തായാലും അല്ലെങ്കിൽ രണ്ടെണ്ണം ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പം എല്ലാം പഠിച്ചു വയ്ക്കുക. ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ്. The angle between two intersecting planes is defined to be the angle determined by their normal vectors. അപ്പോൾ രണ്ട് പ്ലെയിൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. രണ്ട് പ്ലെയിൻസ് ആണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ആ രണ്ട് പ്ലെയിൻസിൻ്റെ നോർമൽ വെക്റ്റേഴ്സ് എടുക്കും, കറസ്പോണ്ടിങ് നോർമൽ വെക്റ്റേഴ്സ് എടുക്കും. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കും. ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും ആ രണ്ട് പ്ലെയിൻസിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആംഗിൾ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞില്ലേ, രണ്ട് പ്ലെയിൻസ് ഓർത്തോഗണൽ ആകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞില്ലേ. അത് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ നോർമലും അതുപോലെ ഇവിടെ ഒരു നോർമലുണ്ട്, ആ നോർമലും എടുക്കും. ആ രണ്ട് നോർമൽ വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യും. അത് തന്നെയായിരിക്കും കറസ്പോണ്ടിംഗ്ലി പ്ലെയിൻസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആംഗിളും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് x + y = 1 ആൻഡ് 2x + y - 2z = 2. ഇതാണ് രണ്ട് പ്ലെയിൻസ് തന്നിരിക്കുന്നത്. അവരുടെ ഇൻ ബിറ്റ്വീനുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിംഗ്ലി അവരുടെ നോർമൽ വെക്ടേഴ്സ് എടുക്കുക. ഇതിന് കറസ്പോണ്ടിങ് നോർമൽ വെക്ടർ വരിക i + j ആണ്. ഇതിൻ്റെ നോർമൽ വെക്ടർ 2i + j - 2k ആണ്. അതൊക്കെ എടുക്കാൻ അറിയാലോ, ഞാൻ കഴിഞ്ഞ പ്രോബ്ലംസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആ നോർമൽ വെക്ടേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് cos θയുടെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. അത് നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. θ = cos ഇൻവേഴ്സ് n1.n2 ഡിവൈഡഡ് ബൈ മോഡുലസ് വാല്യൂ ഓഫ് n1 ഇൻറ്റു മോഡുലസ് വാല്യൂ ഓഫ് n2. ഇത് +2 പഠിച്ച ഫോർമുലയാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് n1.n2 എടുക്കുമ്പോൾ നമുക്ക് നിങ്ങൾ എടുത്ത് നോക്കുക 3 ആണ് കിട്ടുക. വെറുതെ എഴുതി വെക്കാതെ അത് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് എഴുതിയാൽ മതി. സൈഡിൽ ചെയ്ത് വെച്ചിട്ട് ആൻസർ മാത്രം കണ്ട് എഴുതുക. അതുപോലെ മോഡ് n1ഉം മോഡ് n2ഉം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് √2 × 3 ആണ് വരിക. ബാക്കി കോസ് ഇൻവേഴ്സ് 1/√2, കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ π/4 ആണ് അവരുടെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആംഗിളായിട്ട് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻസ്. ഫൈൻഡ് ദ വെക്റ്റർ പാരലൽ ടു ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട്. അവരുടെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ ഉള്ളിൽ ഇങ്ങനെ നന്നായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലൈനായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അതല്ല എങ്കിൽ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടെ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു കണ്ടോ. ഇവിടെ അപ്പോൾ ഒരു കണ്ടോ, ഇവിടെ ഒരു ലൈനാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു പ്ലെയിൻ തന്നെ ഉണ്ടാവാം കേട്ടോ. ചിലപ്പോൾ ഒരു റീജിയൻ, ഒരു പ്ലെയിൻ തന്നെ അവിടെ ഫോം ചെയ്യാം. രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ മേ ബി അവിടെ ഒരു ചെറിയ പ്ലെയിൻ അവിടെ ഫോം ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ലൈനിൽ കൂടെ ആയിരിക്കും അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും വരാം, രണ്ട് രീതിയിലും വരാം. ചിലപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റിൽ മാത്രമായിട്ടും ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന്, അപ്പോൾ ലൈനാണ്, ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈനാണ് ഉണ്ടാവുന്നത്. ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ടുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, n1 ആൻഡ് n2. ഈ n1 × n2 n1നും n2നും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻസിൻ്റെ നോർമൽ എടുക്കുക, ആ നോർമലിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഇതൊരു പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നോർമൽസ് ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. വീണ്ടും അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് ഈ രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻസിന് അല്ലെങ്കിൽ പ്ലെയിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ട് വരും. അപ്പോൾ n1 × n2 ആണ് ആ രണ്ട് പ്ലെയിൻസിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ട് വരുന്ന വെക്ടർ. ജസ്റ്റ് n1 × n2 ഫൈൻഡ് ചെയ്യുക, അതാണ് അതിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ട് വരിക. ഇത് നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ വിച്ച് ദ പ്ലെയിൻസ് ദിസ് വൺ ആൻഡ് ദിസ് വൺ ഇൻ്റർസെക്റ്റ്. ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമുണ്ടാവുന്ന ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. Stage 1 we find a vector parallel to the line and a point on the line. കാരണം അത് രണ്ടും കിട്ടിയാൽ മാത്രമേ നമുക്ക്
ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്റ്റേജ് 2-ൽ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളത് എഴുതുന്നു. അതാണ് പ്രോബ്ലം തന്നെ. അപ്പോൾ നമ്മൾ ഈ വെക്റ്റർ പാരലൽ ടു ദ ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ v is equal to 14 ആസ് എ വെക്റ്റർ പാരലൽ ടു ദ ലൈൻ. അപ്പോൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതിന് ഈ സെയിം പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഉത്തരം അവിടെ നിന്ന് എടുത്ത് എഴുതിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ടുള്ള വെക്റ്റർ ഒരെണ്ണം കണ്ടുപിടിക്കണം. ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ടുള്ള വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിന് ഓരോന്നിനും പാരലായിട്ടുള്ള വെക്റ്റർ എടുത്ത് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. അതായത് ഈ വെക്റ്ററിൻ്റെ ഈ പ്ലെയിനിൻ്റെ നോർമൽ വെക്റ്റർ എടുക്കുക n1, അതുപോലെ ഈ പ്ലെയിൻ്റെയും നോർമൽ വെക്റ്റർ എടുക്കുക n2. ആ n1 ക്രോസ് n2 ഇതിൻ്റെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലൽ ആയിരിക്കും. അപ്പോൾ n1 ക്രോസ് n2 നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവരവിടെ ഉത്തരം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി ഈ 14i + 2j + 15k ഫൈൻഡ് ചെയ്യണ വരെ എഴുതുക. അപ്പോൾ ഇത് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷന് പാരലായിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും. ഇനി നമുക്കൊരു പോയിന്റ് കിട്ടണം. ഇതിലൊരു പോയിന്റ് കിട്ടണം. എന്നാലല്ലേ ലൈൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ടു ഫൈൻഡ് എ പോയിന്റ് ഓൺ ദ ലൈൻ വി ക്യാൻ ടേക്ക് എനി പോയിന്റ് കോമൺ ടു ദ ടു പ്ലെയിൻസ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് z = 0 ഏതെങ്കിലും ഒന്നിന് കേട്ടോ. എക്സിന് കൊടുക്കണമെങ്കിൽ എക്സിന് 0 കൊടുക്കുക, വൈക്ക് കൊടുക്കണമെങ്കിൽ വൈക്ക് കൊടുക്കുക, സെഡിന് കൊടുക്കണമെങ്കിൽ സെഡിന് കൊടുക്കാം. നമ്മളിവിടെ സെഡിന് 0 എന്നുള്ളതാണ് കൊടുക്കുന്നത് കേട്ടോ, ബാക്കി പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ z = 0 എന്നുള്ളത് ഈ പ്ലെയിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് ആ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 3x - 6y = 15 2x + y = 15 കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ അറിയാലോ, സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കാം. ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് x = 3 എന്നും y = -1 എന്നും കിട്ടി. x = 3 y = -1. ഓൾറെഡി നമ്മൾ z = 0 എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ടാണ് എക്സും വൈയും ഫൈൻഡ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന, രണ്ട് പ്ലെയിൻ്റെ ഇക്വേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പോയിന്റ്സിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ പോയിന്റ് വരുന്നത് രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത് 3 - 1 0 എന്നുള്ള പോയിന്റാണ്. രണ്ട് പ്ലെയിനും കൂടി കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. അതായത് ആ പോയിന്റ് രണ്ട് പ്ലെയിൻ്റെയും ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവും എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് വെച്ചാൽ ഈ പോയിന്റ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനും ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ കൂടെ നമ്മുടെ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനിൽ വരുന്ന ആ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർസെക്ഷനിൽ കൂടെ പോണ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും കിട്ടി, അതിന് പാരലായിട്ടുള്ള ഒരു വെക്ടറും കിട്ടി. പിന്നെ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാലോ. പാരാമെട്രിക് ഇക്വേഷൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എക്സസൈസിൽ നിറയെ പ്രോബ്ലംസ് ഉണ്ട്. വർക്കൗട്ട് ചെയ്ത് നോക്കുക, ചോദിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.